അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള സാധനങ്ങൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഓട്സ് പോലത്തെ അല്ല, ഫോർട്ടിഫൈഡ് ആണ്. ഫോർട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അവര് വൈറ്റമിൻസിന്റെ ഒന്നും. ഈ മുസല്ലിം പവർഫുൾ സാധനമാണ്. ശരിക്കും നാട്ടിൽ കിട്ടും, എന്നാലും പെട്ടിക്കാലിയാക്കി കൊണ്ടുപോകണത് മോശമല്ലേ? നാട്ടിൽ കിട്ടും, പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. പിന്നെ നാട്ടിൽ ഇതെല്ലാം സെയിമാ? എങ്ങനെയൊക്കെ സെയിം ആവുന്നേ? ഇവിടെ ആ മറ്റേ ഡയറ്റീഷ്യൻ ആമിന നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അവള് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പല ഫ്ലവർ പോലത്തെ സാധനവും അല്ലെങ്കിൽ ഓട്സ് പോലത്തെ അല്ല, ഫോർട്ടിഫൈഡ് ആണ്. ഫോർട്ടിഫൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അവര് വൈറ്റമിൻസിന്റെ ഒന്നും അല്ലെങ്കിൽ മിനറൽസ് ഒന്നും അധികം ഡിസ്ട്രോയ് ചെയ്ത് കളയാതെ നാച്ചുറൽ ആയിട്ടാണ് കിട്ടുന്നതെന്ന് അവൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും ഹൈ ഗ്രേഡ് സാധനമാണ് ഇവിടെ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ UK ഗവൺമെന്റ് ഒരു സാധനം വിൽക്കണമെന്നുണ്ടെങ്കിൽ ക്യാഷ് നല്ലതായതുകൊണ്ടാണ്. പിന്നെ സെർച്ച് ചെയ്തിപ്പോ UK ആണെങ്കിലും എന്തോരം ആൾക്കാർ ഈ ടെസ്കോയിലെ പല സാധനത്തിനും നെഗറ്റീവ് വീഡിയോ ഇടുന്നുണ്ട്. ഹൈ ഷുഗർ ആണ്, പിള്ളേർക്കൊക്കെ കൊടുക്കുന്ന ചില സാധനങ്ങളിൽ മുഴുവൻ സൺഫ്ലവർ ഓയിലാണ്. വേറൊരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഈ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന 2 സാധനമാണ് ഗ്രാനോള എന്ന് പറയുന്നതും മുസലി. ഈ മുസലിയിൽ തന്നെ ഷുഗർ ആഡ് ചെയ്തോണ്ട് എനിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇതുപോലെ വീഡിയോസ് കണ്ട് ഇതിൻ്റെ അകത്ത് ഷുഗറിന്റെ കണ്ടന്റ് നമുക്ക് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് ഓഫ് ഷുഗർ എന്നൊക്കെ പറഞ്ഞ് ഇത്ര എമൗണ്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 100 ഗ്രാമിൽ ഇത്രയാണ്. ഇതിന്റെ തന്നെ നോ ഷുഗർ ആഡ് ആണ് ഇത്. അതായത് നമ്മുടെ വാപ്പാക്കൊക്കെ ഷുഗറിന്റെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട്, ഷുഗർ സ്പൈക്ക് ഉണ്ടാവും, പ്രായമാവുന്ന എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം ഈ നോ ഷുഗർ ആഡഡ് വരുമ്പോഴത്തേക്കും രാവിലെ നമ്മൾ ഷുഗർ ഒത്തിരി പെട്ടെന്ന് ഫസ്റ്റ് തന്നെ ഷുഗർ ശരീരത്തിലോട്ട് ഇടുന്നത് ശരിയല്ല. അപ്പം ഇത് രണ്ടും കൂടെ വെച്ച്, ഇത് ഷുഗർ ഉള്ള സാധനമാണ് എനിക്കറിയാതെ, ഇത് ഗ്രാനോള ആണ്. കുറച്ച് എന്താണ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഷുഗർ സിറപ്പിലൊക്കെ കിടന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതും ക്രിസ്പ് ആക്കിയിരിക്കുന്നത് ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ്. ഇത് രണ്ടും കൂടെ അറിയാവുന്നവർ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഇതില് കാർബോഹൈഡ്രേറ്റ്സ് ഓഫ് വിച്ച് ഷുഗർ എന്ന് പറയുന്നത് 19.1 ഗ്രാം ആണ്. ആൻഡ് സോൾട്ട് 0.03 ഗ്രാം. ആ 19.1 ഗ്രാമിന്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് 12.5 ഗ്രാം. പെർ 100 ഗ്രാം ഓഫ് ഷുഗറിൽ പെർ 100 ഗ്രാം ഓഫ് ഈ സാധനത്തില് ഷുഗറിന്റെ കണ്ടന്റ് ആണ് 12.5 ഗ്രാം. ഇതില് 19 ഗ്രാം പെർ ഗ്രാം 100 ഗ്രാമില്. അപ്പൊ തന്നെ ഇതിൽ എന്തോരം ഷുഗർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇതിലും ഷുഗർ ഉണ്ട്, ഇല്ലെന്നല്ല, നോ ആഡഡ് ഷുഗർ എന്ന് ഇവർ എഴുതിയിട്ടുണ്ടെങ്കിലും കാർബോഹൈഡ്രേറ്റിന്റെ കൂടെ വരുന്നതിൻ്റെ അകത്ത് ഷുഗർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഇത് കുറച്ചുകൂടെ നല്ലതാണ് രാവിലെ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കഴിക്കും. ഇപ്പം നമ്മൾ ഹെൽത്ത് ഒക്കെ കുറേ ഇച്ചിരിയൊക്കെ നോക്കി യൂട്യൂബ് വീഡിയോസും ഒക്കെ കാണുന്നതുകൊണ്ട് എല്ലാവരും തന്നെ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ദോശ ഇഡലിയൊക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും നല്ല കാർബോഹൈഡ്രേറ്റ് കാർബ് കണ്ടന്റ് ഉള്ള ഒരു സാധനമാണ് ഓട്സ്.